അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു അടിപൊളി സ്നാക്കാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്നാക്കാണ്. ഷവർമ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടമാവും. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമ്മൾ ഷവർമ ഉണ്ടാക്കുന്ന അത്രയും തന്നെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലിൻ്റെ പടം വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 100 ഗ്രാം ചിക്കൻ കുരുമുളക് പൊടിയും ഉപ്പൂട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കൈവച്ചൊന്ന് പിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ വേവിച്ച ചിക്കൻ ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിനകത്ത് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ മതി. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ഓൾറെഡി വേവിച്ച ചിക്കനാണ്, അപ്പോൾ ഒത്തിരി നേരം നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ചിക്കൻ ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ചിക്കൻ കുറച്ചുകൂടെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരും, അതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്താൽ മതി. നല്ല പോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തെടുത്ത് മാറ്റാം. നമ്മൾ ഈ പോക്കറ്റ് ഷവർമ ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ബ്രെഡ് ഇതുപോലെ മേലേലായിട്ട് വെക്കുക. എന്നിട്ട് കറക്റ്റാക്കി ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ഒരു അടപ്പെടുത്തിട്ട് നമുക്ക് ഈ ബ്രെഡിൻ്റെ മേളിൽ കൂടെ വെച്ചിട്ടൊന്ന് താഴോട്ടേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ബ്രെഡ് രണ്ടും ഒന്ന് കട്ടാവും. ആ കട്ടാവുന്ന സമയത്ത് 2 ബ്രെഡും കൂടി ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും, ഒറ്റ ബ്രെഡായിട്ട് മാറും. നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനകത്തുനിന്ന് ഒന്ന് തട്ടി താഴെ ഇട്ടാൽ മതി. കണ്ടോ, ഇപ്പോൾ 2 ബ്രെഡും കൂടെ ഒരുമിച്ച് ജോയിൻ ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ബ്രെഡ് കൊണ്ട് നമുക്ക് 2 പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അഥവാ ബ്രെഡ് രണ്ടും വേറെ വേറെ ആയി പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, മൈദമാവ് വെച്ചൊന്ന് ജസ്റ്റ് 2 ബ്രെഡ് ഒന്ന് ഒട്ടിച്ചെടുത്താലും മതി. ഇപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ടയുടെ വെള്ള കുറച്ച് കുരുമുളക് പൊടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കട്ട് ചെയ്ത ബ്രെഡിൻ്റെ ബാക്കി ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ആദ്യം ബ്രെഡ് നമുക്ക് മുട്ടേൻ്റെ വെള്ളയിലേക്ക് ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് വെച്ച് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. ബ്രെഡൊക്കെ എല്ലാവരുടെയും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഇനി നമുക്ക് ഫസ്റ്റ് ടൈം മുട്ടേൻ്റെ വെള്ളയിൽ മുക്കുക. എന്നിട്ട് വീണ്ടും ബ്രെഡിലൊന്ന് പൊതിഞ്ഞെടുക്കുക. ഇപ്പം ഞാനിതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിനകത്ത് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഒരുപാട് നേരം വെച്ച് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു മീഡിയം ഫ്ലെയിമിലാവുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യണം. ഹൈ ഫ്ലെയിം ആണെങ്കിൽ നമ്മൾ ഇടുമ്പോൾ തന്നെ ഇതങ്ങ് കരിഞ്ഞു പോകും. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ലൊരു കളർ ആവുന്നത് വരെ തിരിച്ചു മറച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം ഇതിവിടെ നല്ല കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ഷവർമ ഉണ്ടാകുമ്പോൾ കുറച്ച് സമയം വേണം, നമ്മൾ അത് പരത്തലും ചുടലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിന് അത്രയും സമയം വേണ്ട, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇപ്പം ഞാൻ എല്ലാം ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. സൂക്ഷിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പോക്കറ്റ് പോലെ ഉണ്ടാവും, 2 ബ്രെഡും കൂടെ നിന്നിട്ട്. കണ്ടോ, ഇതിൻ്റെ അകത്താണ് നമ്മൾ ഫില്ലിങ് വെക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ചിക്കൻ, ക്യാബേജ്, പിന്നെ ക്യാരറ്റ്, സവോള, തക്കാളി, ക്യാപ്സിക്കം. ആദ്യം നമുക്ക് ഒരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്, 1/2 കപ്പ് ക്യാരറ്റ് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ചിക്കൻ ചേർത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാളൻ്റെ പകുതി ഞാൻ ചേർത്തിട്ടുണ്ട്,
ഒരു ചെറിയ കഷ്ണം തക്കാളി, പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കാം. മയണൈസ് വേണമെങ്കിൽ ഇച്ചിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ എടുത്ത മസാലയ്ക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ ബ്രെഡ് ഒരെണ്ണം എടുക്കുക, എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് അങ്ങനെ തന്നെ സെർവ് ചെയ്യാണ് ചെയ്യുന്നത്. ചൂടോടെ കഴിക്കാൻ നോക്കുക. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ടോ, ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഈസിയാണ് ചെയ്യാനായിട്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവും, വലിയ ആൾക്കാർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നല്ല ഈസി ആയിട്ടുള്ള സ്നാക്കല്ലേ, ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിൽ ഒരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കോൺടെസ്റ്റാണ്. നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മയണൈസ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടതാണ്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും കോൺടെസ്റ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.